ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇവ നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക. ഞാനിവിടെ മൊത്തത്തിൽ 2.5 സ്പൂണ് മുളക് പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 സ്പൂണ് മുളക് പൊടിയും 2.5 സ്പൂണ് മല്ലിപ്പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇപ്പോൾ ഈ ചിക്കനിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി ഉപയോഗിക്കുന്നത് ഉള്ളി വഴറ്റുമ്പോൾ ഇടാനാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചിക്കനകത്തേക്ക് നല്ലോണം ഉപ്പും മുളകും പിടിക്കാനാണിത്. ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കനം കുറച്ച് നേരിയതായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നല്ലോണം വഴറ്റിയെടുക്കുക. ഞാനിവിടെ മീഡിയം സൈസ് 5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി വേഗം വഴറ്റി കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നത് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ശേഷം അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 8 അല്ലിയോളം വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണവുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം ഒരു 1.5 കഷ്ണം തക്കാളി ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. വീണ്ടും എന്നിട്ട് അതേപോലെ അടച്ചു വെച്ചിട്ട് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്താണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. തിളച്ചതിന് ശേഷം നേരത്തെ ഉപ്പും മഞ്ഞളും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതുമായിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇനി ഇത് ഇതേപോലെ സെറ്റാക്കി അമർത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് 10 മിനിറ്റോളം വേവിക്കുക. പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ ചിക്കൻ്റെ അകത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമാണ്. അതിനായിട്ട് നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തണിഞ്ഞ വെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് വേവിക്കുക.
ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1/4 കൈയോളം അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 1/4 കൈ അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത പാടെ തന്നെ കറി മൂടി വയ്ക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും. ഏറ്റവും സിമ്പിളായ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.